ഹരേ കൃഷ്ണ. സർവശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. ഇന്ന് ഹരിനാമ കീർത്തനത്തിലെ ശ്ലോകം 49 എടുക്കാൻ പോകുന്നത്. നന്നായി ഗതിക്കോരു സഹസ്രാരധാരയിലെ തന്നീറ്റിൽ നിൻ കരുണവന്മാരി പെയ്തു പുനർ മുന്നം മുളച്ച മുള ഭക്തിക്കു വാഴ്ത്തുവതു നിന്നേ കൃപാനിലയ നാരായണായ നമം. അതായത് നന്നായി ഗതിക്കു സഹസ്രാരധാരയില്ലേ, നന്നായി ഗതിക്ക് വേണ്ടിയിട്ട്, നല്ല രീതിയിൽ നമുക്ക് മുക്തി കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? നമ്മള് സഹസ്രാരധാരയിലെ, അപ്പം നമ്മൾ കണ്ടു കഴിഞ്ഞ ശ്ലോകങ്ങളിലൊക്കെ നമ്മളുടെ ഈ ആസനമിട്ടിരുന്ന് നമ്മള് ഈ പ്രാണശക്തിയെ മൂലാധാരത്തിൽ നിന്ന് ഉയർത്തി സഹസ്രാരതളപത്മം വരെ എത്തിച്ച് പടി 6 കടന്ന്, അതായത് നമ്മള് കുണ്ടലിനി ശക്തി വഴി നമ്മുടെ ഇടാപിംഗള സുഷുമ്ന എന്ന മുന്നാടികളിൽ കൂടെ ഉയർത്തി ഈ 6 പടികൾ കയറി 6 ചക്രങ്ങളിൽ കൂടെ എത്തിച്ച സഹസ്രാരതളപത്മം അല്ലെങ്കിൽ ബ്രഹ്മരന്ധ്രം, പുനം തേട് പാമ്പേ എന്ന് പറയുന്ന ആ ഒരു സ്ഥലം, അവിടെ എത്തിക്കഴിയുമ്പോൾ എന്താണ്, നമ്മൾ സഹസ്ര നാമത്തിൽ, ലളിതാ സഹസ്രനാമത്തിൽ കേട്ടിട്ടുള്ളത് പോലെ സഹസ്രാരാംബുജാരൂഢ സുധാസാരാഭി വർഷിണി, അവിടെ നിന്ന് അമൃതം വർഷിക്കുകയാണ്. അതിനും ആ ഒരു സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞു. അപ്പൊ തന്നീറ്റിൽ നിൻ കരുണ വന്മാരി പെയ്തു പുനർ. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്താണ്, നിന്റെ കരുണയാകുന്ന വന്മാരി അവിടെ എന്ത് ചെയ്യുന്നു? അവിടെ പൊഴിക്കുന്നു. അപ്പം ഒരു പെരുമഴ പോലെ നിന്റെ കരുണ അവിടെ പൊഴിഞ്ഞെങ്കിൽ മാത്രമേ അവിടെ നിന്ന് എനിക്ക് എന്ത് ചെയ്തു മോക്ഷത്തിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ. മുന്നം മുളച്ച മുള ഭക്തിക്ക് വാഴ്ത്തുവതു നിന്നെ കൃപാനിലയ നാരായണായ നമ. അതായത് അവിടെ എന്താണ്, ആ ഒരു ഭക്തി എന്തായി, ഒരു മുള പോലെ ആ മുളച്ച് അത് കായ്ച്ച് അത് എന്താണ് പൂത്തുലഞ്ഞ് അത് 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 എന്താണ്, നിന്റെ കൃപ കൊണ്ട് എനിക്ക് ആ ഒരു ഭക്തിയാകുന്ന ഒരു ലതാബീജം എൻ്റെ ഈ പറയുന്ന അവസ്ഥയിൽ തളിർത്ത് പൂത്തുലഞ്ഞാൽ മാത്രമേ ഉള്ളൂ എനിക്ക് നിന്നിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലയോ കൃപാവാരിധിയായിട്ടുള്ള ഭഗവാൻ നാരായണ, അവിടുന്ന് അതിലേക്ക് അതിനുവേണ്ടി എന്നെ സഹായിക്കണമേ ഭഗവാനെ. ഹരേ കൃഷ്ണ. സർവശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.